നമസ്കാരം. 4.5 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക നേടിയെടുക്കുവാനായി അച്ഛനെ മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചുവെന്ന കേസിൽ മക്കൾ അറസ്റ്റിലായി. ചെന്നൈക്കടുത്ത് തിരുവള്ളൂർ പോറ്റിറ്റൂർപേട്ടൈ സ്വദേശിയും സർക്കാർ സ്കൂളിലെ ലബോറട്ടറി അസിസ്റ്റന്റുമായ 56-കാരൻ EP ഗണേഷാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇയാളുടെ മക്കളായ മോഹൻ രാജ് 29-കാരനാണ്. 27-കാരനായ ഹരിഹരൻ എന്ന മറ്റൊരു മകനും അറസ്റ്റിലായിട്ടുണ്ട്. 4 പേരാണ് ഈ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 22-നാണ് ഗണേശൻ മരിച്ചത്. വീട്ടിൽ വച്ച് പാമ്പ് കടിയേറ്റാണ് മരണമെന്ന് മകൻ മോഹൻരാജ് പരാതി നൽകിയതിനെ തുടർന്ന് അപകട മരണത്തിന് പോലീസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ ഗണേശന്റെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് മരണത്തിൽ സംശയമുയർന്നത്. ഇൻഷുറൻസ് കമ്പനി നോർത്ത് സോൺ പോലീസ് IG അസ്ര ഗാർഗിന് പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജയശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. ഇതിൽ മോഹൻരാജും ഹരിഹരനും ഇൻഷുറൻസ് തുകയ്ക്കായി ഗണേശനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തുകയായിരുന്നു. ഇതിനായി ഇരുവരും 28-കാരനായ ബാലാജി, 35-കാരനായ പ്രശാന്ത്, 41-കാരനായ ദിനകരൻ, 28-കാരനായ നവീൻ കുമാർ എന്നിവരുടെ സഹായം തേടുകയായിരുന്നു. പ്രതികൾ ആദ്യ പരിശ്രമത്തിൽ മൂർഖൻ പാമ്പിനെ കൊണ്ട് ഗണേശന്റെ കാലിൽ കടിപ്പിച്ചെങ്കിലും മരിച്ചില്ല. തുടർന്ന് മറ്റൊരു ദിവസം വീണ്ടും പാമ്പിനെ കൊണ്ടുവന്ന കഴുത്തിൽ കടിപ്പിക്കുകയായിരുന്നു. ഗണേശൻ മരിച്ചയുടൻ വീടിനുള്ളിൽ വെച്ച് പാമ്പിനെ കൊന്ന് കഥ മെനയുകയായിരുന്നു. പാമ്പ് കടിയേറ്റ ശേഷം ഗണേശനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ഇവർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായും കുടുംബത്തിന്റെ കടബാധ്യതകൾ തീർക്കുവാനുള്ള ഉപായമായാണ് അച്ഛനെ കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ് പറയുന്നു. അപകട മരണമായി കണക്കാക്കിയാണ് ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇൻഷുറൻസ് കമ്പനി സംശയാസ്പദമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചതോടെയാണ് SIT അന്വേഷണം നടത്തുകയും സംഭവം കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ചെയ്തത്. ഗണേശന്റെ പേരിൽ 3 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ വരുമാനത്തെക്കാൾ വലിയ തുക പ്രീമിയമായി അടയ്ക്കുന്ന പോളിസികളായിരുന്നു ഇവയെല്ലാം. ഇത് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പിതാവിനെ കൊലപ്പെടുത്തുവാനായി വലിയ ആസൂത്രണമാണ് മക്കൾ നടത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. വിഷപ്പാമ്പുകളെ വാങ്ങുവാൻ സഹായിച്ച കൂട്ടാളികളെ പോലീസ് പിടികൂടുകയായിരുന്നു. മരണത്തിന് ഏകദേശം ഒരാഴ്ച മുൻപാണ് ഒരു മൂർഖൻ പാമ്പിനെ കൊണ്ട് പിതാവിന്റെ കാലിൽ കടിപ്പിക്കുവാൻ ശ്രമിച്ചത്. എന്നാൽ മാരകമല്ലാത്തതിനാൽ ഈ പദ്ധതി പരാജയപ്പെട്ടു. പിന്നീട് വളരെ വിഷമുള്ള ഒരു ക്രേറ്റ് പാമ്പിനെ മഞ്ഞ വരയനെ കൊണ്ടാണ് കടുപ്പിച്ചത്. സംശയമുണ്ടാകാതിരിക്കാനായി പാമ്പിനെ വീടിനുള്ളിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. 6 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും സമാനമായ രീതിയിൽ തന്നെ ഒരു കൊലപാതകം നടന്നിരുന്നു. കേരളത്തിൽ ഉറ്റ എന്ന പെൺകുട്ടിയെയാണ് സ്വന്തം ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്നത്. EP ഗണേശന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത്. ഗണേശനെ കൊല്ലാൻ മക്കൾ ഇതിനു മുൻപും ശ്രമിച്ചിരുന്നു എന്ന കണ്ടെത്തലാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ മറ്റൊരു മൂർഖൻ പാമ്പിനെ കൊണ്ട് ഗണേശനെ കടിപ്പിച്ചത്. പക്ഷേ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്നാൽ 2ാം തവണ കൂടുതൽ വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെ എത്തിച്ചുകൊണ്ടാണ് ഉറങ്ങിക്കിടന്ന ഗണേശന്റെ കഴുത്തിൽ തന്നെ കടിപ്പിച്ച് മരണം ഉറപ്പാക്കിയത്. പാമ്പ് കടിയേറ്റ ശേഷം ഗണേശനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ മക്കൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു. പാമ്പ് അബദ്ധത്തിൽ വീട്ടിൽ കയറിയതാണെന്ന് വരുത്തി തീർക്കുവാൻ ഇവർ തന്നെ പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഗണേശന്റെ മക്കളായ മോഹൻരാജ്, ഹരിഹരൻ എന്നിവരെ കൂടാതെ പാമ്പിനെ പിടിച്ചു നൽകിയ ബാലാജി, പ്രശാന്ത്, ദിനകരൻ, നവീൻ കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ആഡംബര ജീവിതം നയിക്കുവാനും കടബാധ്യതകൾ തീർക്കുവാനുമാണ് ഇവർ ഈ ഒരു ക്രൂര കൃത്യം ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.